ഇന്ന് നമുക്ക് ഒരു പർദ്ദ ഷാള് ഒരു ഹിജാബാക്കി മാറ്റുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഈ ഷാള് നമ്മൾ ഇങ്ങനെ നടുക ഇങ്ങനെ മടക്കുക. ഉണ്ടാവും ഷാൾ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇറക്കം 15 ഇഞ്ച്, അതുപോലെ 12 ഇഞ്ച് വീതി. പതിനഞ്ച് ഇഞ്ച് ഉണ്ടോ, 15 ഇഞ്ച് വീതി, 12 ഇഞ്ചിലുള്ള ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇത് മടക്കിയിട്ടാണ് ഉണ്ടോ, ഇതിങ്ങനെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഇത് മടക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വരച്ചെടുക്കുക. വരക്കുക, വരച്ചെടുക്കുക. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നാല് ഇഞ്ച് വീതിയിൽ 35 ഇഞ്ച് നീളത്തിലൊരു പീസ് വെച്ചെടുക്കണം. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഈ നീളമുള്ള ഈ പീസിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഈ പീസ് എടുക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ വശം ഇങ്ങനെ ഒരു ഇത് മറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അത് തയ്ച്ചു കൊടുക്കുക. നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടാം. അത് ഇതിലൂടെ നമ്മൾ ഇത് ഇങ്ങനെ മറിച്ചെടുക്കുക. ഇങ്ങനെ മറിച്ചെടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഗ്യാപ്പുള്ള ഉണ്ടാവും, ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകും. സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ മറ്റേ സൈഡിലും
ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഈ വലിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇതിൻ്റെ അരികെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ സൈഡ് അടിച്ചു കൊടുക്കുക. ഈ സൈഡും ഇതുപോലെ കുട്ടി കൊടുക്കുക. ഇതിങ്ങനെ മറിച്ചെടുക്കുക. ആദ്യം ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതുപോലെ ഈ പീസിൻ്റെ സെൻറ്റർ അവിടെ നോക്കുക, ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. ഉണ്ടോ? എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു അടയാളം കൊടുക്കുക. അതുപോലെ ഇവിടെയും ഒരു അടയാളം കൊടുക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ തയ്ച്ച് പോരുക. ഇങ്ങനെ തയ്ച്ച് പോരുക. ഇതെടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തയ്ച്ച് പോരുക. ഇതുപോലെ ഈ പീസിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇങ്ങനെ ഈ അടിഭാഗത്തെ പീസിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മുകളിൽ വെച്ചിട്ട് അടിക്കുക. മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. അത് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ടൊന്ന് കെട്ടിടുക. ഇനി ഈ പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് പോരുക. ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് പോരുക. ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ തയ്ച്ച് പോരുമ്പോൾ ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ എത്തുമ്പോൾ ഇത് മെല്ലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വെക്കരുത്. എന്നിട്ടിങ്ങനെ തയ്ച്ച് പോരുക. ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇതിങ്ങനെ തയ്ക്കുക. ഇനി ബാക്കിയുള്ള ഭാഗം ഇത് മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക. ഒരു പർദ്ദശാല എന്നൊരു ഹിജാബ് കെട്ടില്ല. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ പർദ്ദൻ്റെ ഷാളാണ് ഈ ഹിജാബായി മാറും.